സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻമാത മുദ്മിനം ബിൽ ഖംരി യമൂതു കഅബിദില്ലാത വൽ ഉസ്സാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരൊരുവൻ ലഹരി നുണഞ്ഞിട്ടുണ്ടോ, കള്ളുകുടിച്ചിട്ടുണ്ടോ, കള്ളുകുടിച്ചുകൊണ്ട് കൂത്താടി നടക്കുന്നവൻ യമൂതു കഅബിദില്ലാത വൽ ഉസ്സാ. മക്ക മുശ്രിക്കുകൾ ചത്തൊടുങ്ങിയതുപോലെ കാഫിറായി ചത്തുപോകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മക്കയിലെ മുശ്രിക്കുകൾ ആരാണ്? അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും വെറുപ്പ് സമ്മാനിച്ചതായ ഏറ്റവും വെറുപ്പുള്ള സമൂഹമല്ലയോ മക്കയിലെ മുശ്രിക്കീങ്ങൾ? അറിയണേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് കളിച്ചു വരുന്ന നാട്ടിലാകുന്ന മക്ക എന്ന പുണ്യമാക്കപ്പെട്ട രാജ്യത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ പുറത്താക്കിയതായ സമൂഹമല്ലയോ മക്ക മുശ്രിക്കീങ്ങൾ? ലാത്തയും ഉസ്സയും ആരാധിച്ചുകൊണ്ട് നിലകൊണ്ടതായ കാഫിരീങ്ങളല്ലയോ? അവിശ്വാസികളാകുന്ന ബിംബാരാധകരല്ലയോ? റസൂലുള്ളാഹിയെ വിശപ്പിച്ചതായ സമൂഹമല്ലയോ? അല്ലാഹുവിന്റെ റസൂലിന് വിഷമം നൽകിയ സമൂഹമല്ലയോ? ആ കാഫിറുകൾ ചത്തൊടുങ്ങിയതുപോലെ കാഫിറായി ചത്തുപോകുമേ എന്റെ ഉമ്മത്തിൽ നിന്ന് കള്ളു കുടിക്കുന്നവരെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫഖാലൂ, ഉടനെ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അറഅയ്ത മുദ്മിനം ബിൽ ഖംരി ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. അവിടുന്ന് പറഞ്ഞ കള്ളുകുടിക്കാരൻ 24 മണിക്കൂറും കള്ളുകുടിക്കുന്നവനെ കുറിച്ചാണോ അല്ലാഹുവിന്റെ റസൂലേ കാഫിറായി ചത്തുപോകുമെന്ന് പറഞ്ഞത്? അറഅയ്ത മുദ്മിനം ബിൽ ഖംരി ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. 24 മണിക്കൂറും കള്ളുകുടിച്ചുകൊണ്ട് പാമ്പായി നിലകൊള്ളുന്ന ആളുകളില്ലയോ? ലക്കും ലഗാനുമില്ലാതെ നടക്കുന്ന ജനവിഭാഗങ്ങളില്ലയോ? അവർക്ക് ന്യൂ ഇയർ രാവുന്നില്ല, ക്രിസ്മസിന്റെ രാവുന്നില്ല, ഓണത്തിന്റെ തലേ ദിവസമൊന്നുമില്ല. ഏത് സമയത്തും കള്ളുകുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരാണ്. മോശമായ രീതിയിലെ രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിക്കൊണ്ട് നടക്കുന്നവരാണ്. 500 രൂപ ഡെയിലി വരുമാനമുള്ള കൂലിപ്പണിക്കാരനായ മനുഷ്യനാണ്. ദിവസം കിട്ടുന്നതായ സമ്പാദ്യത്തിൽ നിന്ന് 250-300 രൂപയ്ക്കോ അവൻ്റെതാകുന്ന വീട്ടിലുള്ള കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ പൈസയ്ക്കും കള്ളുകുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ സമൂഹമാണ്. ചിലരോ കിട്ടിയത് മുഴുവനും കള്ളിലാണ്. ഈ രീതിയിൽ കള്ളും കഞ്ചാവുമായി നടക്കുന്ന ചെറുപ്പക്കാര് വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എങ്കിൽ വളരെയേറെ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ് യമൂതു കഅബിദില്ലാത വൽ ഉസ്സാ. മക്ക മുശ്രിക്കുകളെ ചത്തുറങ്ങിയതുപോലെ കാഫിറായി അവിശ്വാസിയായി ലോകത്തിൽ നിന്ന് വിട പറയുമേ, അവിശ്വാസിയായി മരിക്കുമേ, ഈമാൻ ഉരപ്പെട്ടു പോകുമേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. ഫഖാലൂ, ഉടനെ സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, അറഅയ്ത മുദ്മിനം ബിൽ ഖംരി ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. അവിടുന്ന് പറഞ്ഞ കള്ളുകുടിക്കാരൻ 24 മണിക്കൂറും കള്ളുകുടിച്ചുകൊണ്ട് ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് നിലകൊണ്ടതായ ചെറുപ്പക്കാരാണോ? ആ രീതിയിൽ നടക്കുന്ന സഹോദരങ്ങളെ കുറിച്ചാണോ? ആ രീതിയിൽ പോകുന്നതായ സഹോദരിമാരെ കുറിച്ചാണോ? എപ്പോഴും സദാസമയത്തും കള്ളും കഞ്ചാവുമായി നിലകൊള്ളുന്ന ആളുകളാണ് കാഫിറായി ചത്തുപോകുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ, അല്ല സാബ, നിങ്ങൾ കരുതിയതുപോലെയല്ല. വലാകിൻ യശറബുഹാ ഹീന വജദഹാ വലൗ ബഅദ സിനീൻ
വർഷങ്ങൾക്ക് ശേഷം ഒരു പുതുവർഷ പുലരിയിൽ അവൻ കുടിച്ചതാണ്. ന്യൂ ഇയറിന്റെ രാവിൽ മാത്രം ആഘോഷിച്ചതാണ്. 2019 വിട പറയുകയാണ്. ഇതാ 20 സമാഗതമാകുകയാണ്. പാതിരാത്രി സമയത്ത് നിശയുടെ നിഷേധതയിൽ കടപ്പുറത്ത് സാക്ഷി നടത്തിക്കൊണ്ട് കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് കുടിച്ചതാണ്. ഏത് രീതിയിൽ കുടിച്ചതാകട്ടെ, ഏത് സമയത്ത് കുടിച്ചതാകട്ടെ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് നീ ഒരൽപ്പം കള്ള് നിന്റെ നാവിലൂടെ നിന്റെ ആമാശയത്തിലേക്ക് ഇറക്കിപ്പോയി കഴിഞ്ഞാൽ കാഫിറായിട്ടാണ്, അവിശ്വാസിയായിട്ടാണ് ഈ ലോകത്ത് നിന്ന് നീ വിട പറയുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട പാഠമാണ് ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കേണ്ട പാഠമാണ് ഉമ്മ. മക്കളിൽ ലഹരി നുണയുന്നവരെ ഒന്ന് ഉപദേശിക്കണേ രക്ഷിതാക്കളെ, പറഞ്ഞു കൊടുക്കണേ. വിശുദ്ധമായ ഖുർആൻ ഉറപ്പെടുത്തിയതാണ്, അല്ലാഹുവിന്റെ ഖുർആൻ ഉറപ്പെടുത്തിയതാണ്. ലഅല്ലകും തുഫ്ലിഹൂൻ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂ. കള്ളും ചൂതാട്ടവുമെല്ലാം പിശാചിന്റേതായ ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പിശാചിന്റെ ആളുകളാണോ, പൈശാചികത ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവരാണോ, അവർ ലഹരി നുണയുന്ന വക്താക്കളാണ്, അവർ ലഹരിയുടെ അടിമപ്പെട്ട ആളുകളാണ്. അവർക്ക് വാക്കുകൾ ഉപകാരപ്പെടൂല, അവർ ദീനിന്റെ സദസ്സിൽ കടന്നു വരൂല, അവർ രാത്രിയുടെ യാമങ്ങളെ കള്ളിലായി നിലകൊള്ളുന്നതായ ആളുകളാണ്. ഇവകളൊന്ന് വെടിയണേ, കള്ളിലേക്ക് പോകരുതേ, ചൂതാട്ടത്തിലേക്ക് പോകരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ലഅല്ലകും തുഫ്ലിഹൂൻ, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ തീർച്ചയായും വിജയിക്കുമേ, വിജയിക്കുമേ എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലഹു. ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ്. ലഅല്ല എന്ന പദം സാധാരണ രീതിയിൽ അറബി ഗ്രാമർ അറിയാവുന്നവർക്കറിയാം, വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആയേക്കാം എന്നാണ്. ലിത്തറജി, പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് അർത്ഥം. പക്ഷെ ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജംഉൽ ജവാമിൽ രേഖപ്പെടുത്തുന്നു, വിശുദ്ധമായ ഖുർആനിൽ ലഅല്ല വന്നാൽ അവിടെ അർത്ഥം മാറുകയാണ്. ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും വിജയിക്കുമെന്നാണ് ഖുർആന്റെ അർത്ഥം. ലിത്തഹഖീഖ്, ഉറപ്പിച്ചോ, നിങ്ങൾ അതിൽ സംശയിക്കണ്ട, നിങ്ങൾ ഉറപ്പായിട്ടും വിജയിക്കും എന്നാണ് അവിടെ അർത്ഥം എന്ന് ഖുർആനിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ഓർമ്മപ്പെടുത്തുക. അപ്പൊ ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ തീർച്ചയായും വിജയികളാകും. എന്ത് വേണം? നിങ്ങളുടെ ജീവിതത്തിൽ കള്ള് തൊടാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കാമീൻ പറയും, ആമീൻ പറയുന്നതിലൊരു പുറകോട്ടാന്ന് തോന്നല്ലോ. ഉറക്കാമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളൂ ഇൻഷാ അല്ലാഹ്. എല്ലാവരും നല്ലൊരു സ്വതക്ക ഈ രാവിലെ അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ വരാൻ കഴിഞ്ഞല്ലോ, ആ ഒരു നിയ്യത്തിൽ തന്നെ നല്ലൊരു സ്വതക്ക. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു നിറവേറ്റി തരുമാറാവട്ടെ. ഈ സദസ്സിൽ വന്നിരിക്കുന്നതായ സഹോദരങ്ങൾ, ആയിരക്കണക്കിന് സഹോദര സഹോദരിമാർ, എല്ലാവർക്കും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും. നമ്മുടെയൊക്കെ മക്കള് സാലിഹീങ്ങളാകണം, ആബിദീങ്ങളാകണം, ഹാഫിദീങ്ങളാകണം. കള്ളിലേക്ക് പോകുന്ന മക്കളുണ്ട് ഉസ്താദേ, കഞ്ചാവിന് അടിമപ്പെട്ടവരുണ്ട്. ആ മക്കളൊക്കെ ഒന്ന് സാലിഹീങ്ങളായി തീരണമെന്ന് ലക്ഷ്യം വെച്ചിട്ട് ആളുകളുണ്ടാവും. പക്ഷെ അതെല്ലാവരും നല്ല നിയ്യത്തോടുകൂടി സദക്ക നൽകി അല്ലാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കുമാറാവട്ടെ. മക്കളെയൊക്കെ അല്ലാഹു സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. എന്റെ ഭർത്താവിന്റെ ദുഷിച്ച സ്വഭാവം മാറിക്കിട്ടാൻ, എന്റെ മക്കള് നന്നാകാൻ, എന്റെ ഭാര്യ സാലിഹത്താകാൻ, എന്റെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ, എന്റെ നാടിൽ, എന്റെ ഈ രാജ്യത്ത് സമാധാനം കളിയാടാൻ, മതേതരത്വത്തിന് കളങ്കമില്ലാത്ത രീതിയിൽ വളരെ റാഹത്തായ നിലയിൽ ഞങ്ങളുടെ നാടിന്റെ പുരോഗമനം, ഉന്നതിക്ക് വേണ്ടി ഏതൊക്കെ ഹൈറായ ലക്ഷ്യമുണ്ടോ ആ ലക്ഷ്യമൊക്കെ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് കൊടുക്കണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഉറക്കാമി പറയുന്ന അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് രണ്ട് കൈ ഒന്ന് ഉയർത്തിക്കാൻ നോക്കട്ടെ.
ഉയർത്തിക്ക. ആ മതി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഞാൻ ഉയർത്തിയ വലത്തെ കൈ കൊണ്ടൊന്ന് സദഖ ചെയ്താൽ മതി. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. ഒരു സലാത്തിലേക്ക് സല്ലല്ലാഹു. ഉറക്ക സലാത്തിൽ എന്താ മടി? സലാത്തിൽ എനക്ക് നല്ല മടിയുള്ള ടീംസാണ്. ഒരു സലാത്തും കൂടെ ഉറക്കെ ചെല്ലുന്നില്ല. എനിക്ക് ആശിക്കിന്റെ ഒച്ചയോടെ കേൾക്കണം. ഉറക്കെ ചെല്ലിക്ക്. സലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി തരണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സ്വതക്ക ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. പാരത്രിക ലോകത്തെ ഞങ്ങളേവരെയും വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. കണ്ണേർ വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട് അസൂയാലുക്കളെ അസൂയെ തൊട്ട് മാരണം ചെയ്യുന്നവരുടെ മാരണത്തെ തൊട്ട് കാക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി ഞങ്ങളുടെ ഈ സദഖയെ സ്വീകരിക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് ഖൈറായ നല്ല ലക്ഷ്യങ്ങളുണ്ട്. നീ പൂവണിയിച്ചു തരണേ അല്ലാ, നീ പൂവണിയിക്കണേ അല്ലാ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നീ തുറസാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ ഏറ്റി നൽകണേ റബ്ബേ. സർവോപരി ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ, മനസ്സമാധാനം നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. സ്വാലിഹും സ്വാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ. അല്ലാഹു ഈ രാവിലെ കള്ളുകുടിച്ചുകൊണ്ട് മോശമായ രീതിയിൽ ഈ രാവിലെ ഡിസ്കോ ഡാൻസുകൾ കളിച്ചുകൊണ്ട് പോകുന്ന സഹോദര സഹോദരിമാരുണ്ട്. അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഇൽമിന്റെ സദസ്സിലേക്ക് വരാൻ നീ തൗഫീഖ് നൽകി. അല്ലാഹുവേ, നിനക്കാണ് സർവ്വസ്തുതിയും. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. ഈ സദസ്സിൽ വന്നത് നല്ല ഇഖ്ലാസ് വെച്ചിട്ടാണ്, നിഷ്കളങ്കതയോടുകൂടിയാണ്. അല്ലാഹു ഇഖ്ലാസിന്റെ വലിപ്പം കണ്ട് ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ഈ രാത്രിയിൽ നമുക്ക് ഇതുപോലൊരു സദസ്സിൽ വന്നിരിക്കാൻ സൗഭാഗ്യം കിട്ടിയത് തന്നെ വലിയ തൗഫീഖാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അടിപ്പിക്കണം. എത്രയോ ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, കള്ളുകുടി എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല. ഈ സദസ്സിൽ ആരെങ്കിലും അത്തരത്തിൽ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളവരെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ച് തൗബ ചെയ്യണം. അല്ലാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കുമാറാവട്ടെ. ഈ രാത്രിയിൽ തൗബ ചെയ്യണം. എന്തിനാണ് ഇതുപോലെയുള്ള രാവിലെ വഅളി എന്ന് ചിന്തിക്കുന്നവരും അത് വേണ്ടായിരുന്നു എന്ന് പറയുന്ന ആളുകളുമുണ്ട്. പക്ഷെ ഈ സദസ്സിൽ ആയിരക്കണക്കിന് സഹോദര സഹോദരിമാർ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് മതവിദ്യ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിനപ്പുറം വലിയ സന്തോഷം വേറൊന്നുമില്ല. അതാണ് ഈ രാവ് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഒരുപക്ഷെ നമ്മൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയിട്ടില്ല എങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് സിനിമയോ സീരിയലോ മറ്റേതെങ്കിലും അശ്ലീലതകൾ മൊബൈലോ വാട്സാപ്പിലോ കണ്ടുകൊണ്ടും പകർത്തിക്കൊണ്ടും മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ടും നമ്മുടെ യാത്രയെ നമ്മൾ സജീവമാക്കും. ഒന്നില്ലെങ്കിൽ മറ്റെവിടെങ്കിലും നടക്കുന്ന ന്യൂ ഇയർ ആഘോഷങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ കണ്ണുകളെ നമ്മുടെ മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ ടി വിയിലൂടെ മറ്റേതെങ്കിലും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ മലീമസമാക്കിക്കൊണ്ടിരിക്കും. അതിനുമെല്ലാം അപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഒരുമിച്ച് കൂട്ടി എന്നുള്ളതാണ് ഏറ്റവും വലുത്. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ കാന ഫീ സദരിഹി ആയത്തും മിൻ കിതാബില്ലാഹ് വസുബ്ബ അലൈഹിൽ ഖമറു ജാഅ യൗമൽ ഖിയാമ കുല്ലു ഹർഫിൻ മിൻ തിൽകൽ ആയ ഫയഖുദു ബിനാസിയതിഹി ഫയുഖാസിമുഹു ബൈന യദൈല്ലാഹ്
പഠിച്ചു വെക്കണേ. അകലാടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, കാതുകൾ കൂർപ്പിച്ച് കേൾക്കേണ്ടതായ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ കാന ഫീ സദ്രിഹി ആയത്തുൻ മിൻ കിതാബില്ലാഹ്, ആരെങ്കിലും പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തെങ്കിലും ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാരുടെ ഹൃദയത്തിൽ എത്രയെത്ര വിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്ത് യാസീനുള്ളവരില്ലയോ? സൂറത്തുൽ വാഖിയ ഹൃദയത്തിൽ പരിപൂർണമായി പഠിച്ചവരില്ലയോ? ഹൃദയത്തിൽ പരിശുദ്ധമായ മുൽക്ക് അടയാളപ്പെടുത്തിയതായ സഹോദര സഹോദരിമാരില്ലയോ? സൂറത്തുർ റഹ്മാൻ അറിയുന്നവരില്ലയോ? വിശുദ്ധമായ ഖുർആനിൽ എത്രയോ ചെറിയ സൂക്തങ്ങൾ മനഃപ്പാഠമുള്ളവരില്ലയോ? എത്രയോ ചെറിയ ആയത്തുകൾ മനഃപ്പാഠമുള്ള സഹോദര സഹോദരിമാര്, ആയിരക്കണക്കിന് വിശ്വാസികൾ ഒരുമിച്ച് കൂടിയ വേദിയാണ്. ഒന്ന് ചിന്തിക്കണേ. റസൂലുള്ള പറഞ്ഞ വാക്കൊന്ന് കടമെടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ കാന ഫീ സദ്രിഹി ആയത്തുൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരു ആയത്തെങ്കിലും ഹൃദയത്തിൽ ഉണ്ടായിരിക്കെ, വസബ്ബ അലൈഹിൽ ഖമറൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രിയപ്പെട്ട പ്രവാചകനോട് ഓർമ്മപ്പെടുത്തുകയാണ്, നീ ആയത്ത് ഹൃദയത്തിൽ സൂക്ഷിക്കേ. കള്ളു കുടിച്ചിട്ടുണ്ട് എങ്കിൽ, ലഹരി നുണഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ, ജാഅ യൗമൽ ഖിയാമഹ കുല്ലു ഹർഫിൻ മിൻ തിൽകൽ ആയാ, നാളെ പടച്ചറബിന്റെ ദർബാറിൽ, നാളെ കത്തിച്ചിരിക്കുന്ന സൂര്യന് തലയ്ക്ക് മീതെ നിൽക്കുന്ന സമയത്ത്, കത്തിയാളന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തുന്ന വേളയിൽ അതാ നിന്നെ കൊണ്ടുവരപ്പെടുകയാണ്. ആരാണ് നിന്നെ വലിച്ചുകൊണ്ടുവരുന്നറിയുമോ? ജാഅ യൗമൽ ഖിയാമഹ കുല്ലു ഹർഫിൻ മിൻ തിൽകൽ ആയാ, ഏതൊരു വിശുദ്ധമായ ഖുർആനിലെ ആയത്താണോ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്, കേവലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഒരു ആയത്തെങ്കിലും മനഃപ്പാഠമില്ലാത്ത ഒരൊറ്റ മുഅ്മിനും ഈ സദസ്സിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ മുഅ്മിനീങ്ങൾക്കും മനഃപ്പാഠമാണ്, എല്ലാ മുഅ്മിനീങ്ങൾക്കും അറിയാവുന്ന ആയത്താണ്. ആ ബിസ്മിയുടെ അക്ഷരങ്ങളാകുന്ന 19 അക്ഷരങ്ങൾ ഇതാ നാളെ മഹ്ശറിലേക്ക് കടന്നു വരുകയാണ്. നിന്റെ കുടുമിക്ക് പിടിക്കുകയാണ്. കള്ളു കുടിച്ചതായ ചെറുപ്പക്കാരാ, ലഹരനുണരായ സഹോദരി, ന്യൂ ഇയറിന്റെ രാവിലാകട്ടെ, ക്രിസ്മസിന്റെ രാവിലാകട്ടെ, ഓണത്തിന്റെ തലേ ദിവസമാകട്ടെ, കൂട്ടുകാരൻ്റെതാകുന്ന മാതാപിതാക്കൾ മരണപ്പെട്ടപ്പോഴാകട്ടെ, അതിന്റെ അടിയന്തരം കഴിഞ്ഞതായ ദിവസമാകട്ടെ, ഏത് രാത്രിയിലായിരുന്നാലും ഏത് സമയത്തായിരുന്നാലും നിന്റെ ജീവിതത്തിൽ ഒരു വേള നീ കള്ളു കുടിച്ചു പോയിട്ടുണ്ടോ? നാളെ ഇതാ നിനക്ക് വിനാശമാണ്, നാളെ ഇതാ നിനക്ക് നാശമാണ്. നിന്റെ കുടുമിക്ക് പിടിച്ചുകൊണ്ട് നിന്റെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് നിർത്തുകയാണ്. ഫയുഹാസിമഹു ബൈന യദൈല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ, ജഗന്നിയന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ പടച്ചറപ്പിന്റെ മുന്നിലേക്ക് നിന്നെ കൊണ്ടുവന്ന് വലിച്ചു നിർത്തിയിട്ട് അള്ളാഹിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളിലെ അക്ഷരങ്ങൾ അള്ളാഹുവിനോട് തർക്കിക്കുകയാണ്. കേവലം ബിസ്മി മാത്രം മനഃപ്പാഠമുള്ള സഹോദര, ബിസ്മി മാത്രം പഠിച്ചിട്ടുള്ള സഹോദരി, ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നു പോയവരെ, നിന്റെ കൂട്ടുകാരികൾ നിർബന്ധിച്ചപ്പോ അറിയാതെ കുടിച്ചു പോയതാണ്. എത്രയോ മുസ്ലിം സഹോദരിമാരുണ്ട് ഹോസ്റ്റലിലേക്ക്, ബാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും ഒക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ MBBS-നും മറ്റുള്ള ബിരുദങ്ങൾക്കും പഠിക്കാൻ വിട്ട വിദ്യാർത്ഥികൾ ഈ രാവിലെ കള്ളു കുടിച്ചുകൊണ്ട് അവർ അഭിരമിക്കുകയാണ്. ഈ രാവിലെ സിനിമ കണ്ടുകൊണ്ട് അഭിരമിക്കുകയാണ്. കൂട്ടുകാരും ഒന്നിച്ച് ജോഗി നടിക്കുകയാണ്, കൂട്ടുകാരും ഒന്നിച്ച് ഉല്ലസിക്കുകയാണ്. പുതിയ രാവിലെ വരവേൽക്കുകയാണ്, അവർ പടക്കം പൊട്ടിച്ചുകൊണ്ട് വരവേൽക്കുകയാണ്. അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാതെ, പടച്ചറപ്പിനെ സ്മരിക്കാതെ, ഈ ലോകത്തിന്റെ തമ്പുരാനായ അള്ളാഹു നിന്റെ ആയുസ്സിൽ നിതാ ഒരു ആയുസ്സിലൂടെ എടുത്തു കളഞ്ഞു. ഒരു വർഷം പുതിയത് വരുമ്പോ നീ സന്തോഷിക്കുകയല്ല വേണ്ടത്, നീ സങ്കടം വരുകയാണ് വേണ്ടത്. അള്ളാഹു എന്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടി പോയല്ലോ അല്ലാ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു അല്ലാ? എന്റെ നമസ്കാരങ്ങൾ ചിട്ടവെക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്റെ നോമ്പെനിക്ക് കൃത്യത വെക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്റെ സക്കാത്ത് എനിക്ക് കൃത്യമായി
കൊടുത്തുവിടാൻ സാധിച്ചിട്ടുണ്ടോ അല്ലാ? പാപങ്ങളുടെ കണ്ണീരപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ റബ്ബേ? നിരാലംബര കവലമാകാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലാ? എന്റെ ജീവിതത്തിൽ എത്രയോ പാവപ്പെട്ട ആളുകൾക്ക് സഫലത്തിന്റെ പ്രവർത്തകരോടൊപ്പം ചേർന്നുകൊണ്ട് ഒരുപാട് പാപങ്ങളുടെ കണ്ണീരപ്പാൻ സാധിക്കുമായിരുന്നു. എന്റെ ജീവിതത്തിൽ അതിന് സാധിച്ചിട്ടില്ലല്ലോ അല്ലാ. ഒരുപാട് തെറ്റുകൾ ഞാൻ വ്യാപൃതനായി അല്ലാ. ഈ ബീച്ച് എനിക്ക് സാക്ഷിയാണ്. ഞാൻ ഒരുപാട് രാത്രികൾ കണ്ടുപിടിച്ചുകൊണ്ട് കൂത്താട് നടന്നത് ഈ ബീച്ചിലൂടെയാണ്. ഒരുപാട് മോശമായ രീതിയിൽ എന്റെ കണ്ണുകളെ കൊണ്ടുപോയത് എന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോൺ നാളെ അള്ളാന്റെ ദർബാറിൽ നിനക്കെതിരെ സാക്ഷി പറയുന്ന ഘട്ടമാണ്. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ നീ കുടിച്ചു തീർത്ത കള്ളിന്റെ കുപ്പികൾ ഇതാ ഈ ഓരോ തീരത്ത് ബീച്ചിന്റെ തീരത്ത് നീ വലിച്ചെറിഞ്ഞപ്പോ നീ കരുതിയിട്ടില്ല ഇതൊക്കെ നാളെ അള്ളാന്റെ ദർബാറിൽ വന്ന് നിനക്കെതിരായി സാക്ഷി പറയുമെന്ന് നീ കരുതിയിട്ടില്ല. അള്ളാന്റെ റസൂൽ പറയുകയാണ്, നീ ജീവിതത്തിൽ കള്ളു കുടിച്ചിട്ടുണ്ട് എങ്കിൽ വിശുദ്ധമായ ഖുർആനിലെ ഒരു അക്ഷരമെങ്കിലും ഒരായത്തെങ്കിലും ഹൃദയത്തുണ്ടായിരിക്കുകയാണ് നീ കള്ളു കുടിച്ചത് എങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആയത്ത് മാത്രം മനഃപ്പാഠമുള്ള സഹോദരനാണോ? ആ ആയത്തുകളിൽ തന്നെ അക്ഷരങ്ങൾ കടന്നു വരുകയാണ്. 19 അക്ഷരങ്ങൾക്ക് അല്ലാഹു ജീവനിട്ട് കൊടുക്കുകയാണ്. അത് വന്നുകൊണ്ട് നിന്റെ തലമുടിയെ പിടിച്ചുകൊണ്ട് നിന്റെ മൂർധാവിൽ പിടിച്ച് റബ്ബിന്റെ മുന്നിൽ നിർത്തുകയാണ്. അള്ളാന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തർക്കിക്കുകയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയണേ അല്ലാ, നരകത്തിലേക്ക് വലിച്ചെറിയണേ അല്ലാ. കാരണം ഇവൻ ഞാനാകുന്ന നിന്റെ കലാമിനെ, ഇവന്റെ വിശുദ്ധമായ ഖുർആനാകുന്ന നിന്റെ കലാമിനെ, അത് ഞാനാണ്, നിന്റെ ആയത്താണ്, എന്നെ ഇവന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കെ ഇവൻ ജീവിതത്തിൽ കള്ളു കുടിച്ചുകൊണ്ട് നടന്നവനാണ്, ലഹര നുണഞ്ഞുകൊണ്ട് നടന്നവനാണ്, ഇവൻ മോശമായ രീതിയിൽ പാമ്പരാഗ് ചവച്ചുകൊണ്ട് നടന്നു നീങ്ങവനാണ് അല്ലാ. അതുകൊണ്ട് ഇവനെ നരകത്തിലേക്കിടണേ അല്ലാ, ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൽവൈലു കുല്ലുൽ വൈൽ, ഫൽവൈലു കുല്ലുൽ വൈൽ ലിമൻ ഖാസമഹുൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ ആരുടെ വിഷയത്തിൽ അല്ലാഹുവിനോട് തർക്കിച്ചിട്ടുണ്ടോ, ആരുടെ വിഷയത്തിൽ അല്ലാഹുവിനോട് ഇടപെട്ടിട്ടുണ്ടോ, അല്ലാഹുവേ ഖുർആൻ ആരുടെ വിഷയത്തിൽ എതിര് പറഞ്ഞിട്ടുണ്ടോ അവൻ തീർച്ചയായും നശിച്ചത് തന്നെ, അവൻ തുലഞ്ഞത് തന്നെ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അവനെ തീർച്ചയായും നരകത്തിലേക്ക് എറിയാൻ അല്ലാഹു ഇതാ മലക്കുകളോട് കൽപ്പിക്കുമത്രേ, അവനെ തീർച്ചയായും നരകത്തിലേക്ക് വലിച്ചെറിയുമത്രേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതായ സഹോദര, ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതായ സഹോദരി, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സെക്കൻഡ് പോലും ഒരൽപ്പം പോലും ലഹരി നുണയരുതേ, നുണയരുതേ. അത് നാളെ ആഖിറത്തിൽ പ്രയാസമാണ്, നരകത്തിലേക്ക് എറിയപ്പെടാൻ നിദാനമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളു കുടിച്ചാൽ ഈമാൻ ഊരപ്പെടുക മാത്രമല്ല, നാളെ ആഖിബത്ത് നന്നായി, ആഖിബത്ത് മോശമായി മരിക്കുമെന്ന് മാത്രമല്ല, നാളെ ആഖിറത്തിലെത്തുമ്പോ കത്തിച്ചരിക്കുന്ന നരകത്തിലേക്ക് എറിയപ്പെടാൻ നിദാനമാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ദുനിയാവിൽ വെച്ച് ഈമാൻ ഉറപ്പെടും ഒരല്പം ലഹരി നുണഞ്ഞാൽ തന്നെ. കൂട്ടുകാർ പറയാ, സ്വല്പം ഒരു ക്വാർട്ടറൊന്നും അടിക്കണ്ട, ഒരു കവിളിത്തടം മതി, കുറച്ച് കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കും. നമ്മൾ കുടിക്കുക വേണ്ട. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കുറച്ച് കുടിക്കാൻ സാറേ എന്നൊക്കെ പറഞ്ഞ് കുറച്ചിങ്ങനെ നിർബന്ധിക്കും. നമ്മൾ പറയും വേണ്ട, നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈമാന് നമ്മുടെ അടിയുറച്ച് നിൽക്കണം, ഈമാനിൽ അടിയുറച്ച് നിൽക്കണം. ദുനിയാവിന്റെ പിറകെ നമ്മൾ പോകണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സൗബാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, യൂഷിക്കുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅൽ ലക്ലതു ഇലാ ഖസാതിഹാ.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളിലേക്കും അവിശ്വാസികൾ തിരിയുന്ന ഒരു കാലഘട്ടം കടന്നു വരുമേ. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾ ആക്രമിക്കാൻ അവർ തയ്യാറാകുമേ. 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞത് ഇന്ന് നേർക്ക് നേർ നാം കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇന്ന് പുലർന്ന് കാണുകയാണ്. യൂശിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ ലകിലതു ഇലാ ഖസാതിഹാ. ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്ക് നേരെയും അവിശ്വാസികൾ അവരുടെ കൂരമ്പുകൾ പ്രയോഗിക്കുമത്രേ. അവിശ്വാസികൾ മുഴുവനും സംഘടിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് നേരെ തിരിയുന്നതായ ഒരു കാലഘട്ടം കടന്നു വരുമത്രേ. അങ്ങനെ ഒരു കാലഘട്ടം വരും. ഏതുപോലെ കമാ തദഅൽ ലകിലതു ഇലാ ഖസാതിഹാ, മനോഹരമായ ഒരു ഭക്ഷണത്തളികയിലേക്ക് ചുറ്റും നിന്നുകൊണ്ട് ശത്രുക്കൾ മനോഹരമായ ഭക്ഷണത്തളികയിലേക്ക് വിശന്നു വലഞ്ഞ ആളുകൾ കൈനീട്ടി ആ ഭക്ഷണത്തളികയിലുള്ള ആഹാരം ആർത്തിയോടുകൂടി വലിച്ചു തിന്നാൻ അടുപ്പിക്കുന്നത് പോലെ ഭക്ഷണത്തളികയാണ് നിങ്ങൾ മുഅ്മിനീങ്ങളാണ്. നിങ്ങൾക്ക് ചുറ്റും നിന്നുകൊണ്ട് ശത്രുക്കൾ നിങ്ങളെ വലയം ചെയ്തുകൊണ്ട് ആക്രമിക്കുന്നതായ ഒരു കാലഘട്ടം കാണാതെ ലാ തഖൂമുസ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധങ്ങൾ പറഞ്ഞ ഒരു കാലഘട്ടം എത്തിയോ എന്ന് നമ്മൾ ഏറും ആശങ്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നമുക്കിപ്പോ ഇവിടെ പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോ മാഷാ അല്ലാഹ് കേരളക്കരയിലുള്ള ഉടനീളമുള്ള അമുസ്ലിം സഹോദരങ്ങൾ, ക്രൈസ്തവരാകട്ടെ ഹൈന്ദവരാകട്ടെ, എല്ലാവരും ആ വിഷയത്തിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം എല്ലാവരും മറന്നിട്ട് എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ കാലഘട്ടം അങ്ങനെ ആയിത്തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറയാണ്, അമിൻ ഖില്ലത്തുൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. ഉടനെ സഹാബത്ത് നബിയോട് ചോദിച്ചു, ഞങ്ങളന്ന് എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ റസൂലേ ഞങ്ങൾക്കെതിരെ ശത്രുക്കൾ തിരിയുന്നത്? എണ്ണത്തിൽ കുറവായതുകൊണ്ടാണ്. 1400 വർഷം മുമ്പ് നബി തങ്ങൾ പറഞ്ഞത് പുലരാതെ പോകൂല ഈ ലോകത്ത്. ഉടനെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു പോയി, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, ഞങ്ങൾ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ റസൂലേ? ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബൽ അൻതും കസീർ, ഒരിക്കലുമല്ല സഹാബ, നിങ്ങൾ എണ്ണത്തിൽ കൂടുതലാണ്, നിങ്ങൾ എണ്ണത്തിൽ കൂടുതലാണ്. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൽ 30 കോടിയിലധികം മുസ്ലിം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബൽ അൻതും കസീർ വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ചണ്ടികളെ പോലെ നിങ്ങൾ വേസ്റ്റാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ കത്തലങ്ങൾ ഈമാനിന്റെ പോരായ്മയാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലയൻസിഅന്നല്ലാഹു ഫീ സുദൂരി അദുവിക്കുമുൽ മഹാബത മിൻകും. റസൂലുള്ളാഹി പറയാ, ആ സമയത്ത് ശത്രുക്കളുടെ ഹൃദയത്തിന്റെ അകത്തലങ്ങൾ നിങ്ങളോടുള്ള ഭയപ്പാട് അല്ലാഹു എടുത്തു കളയും. ഇതൊക്കെ റസൂലുള്ളാഹി എടുത്തു പറഞ്ഞതാ, നേരത്തെ പറഞ്ഞതാ. വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബിക്കുമുൽ വഹൻ, നിങ്ങളുടെ ഹൃദയത്തിൽ 2 കാര്യങ്ങളാണെന്നുണ്ടാവുക. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു വഹനിനെ ഇട്ട് തരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നിങ്ങളുടെ ഹൃദയത്തിൽ അന്ന് വഹനാണ്. ശത്രുക്കൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ അകത്തലങ്ങളിൽ നിങ്ങളോടുള്ള ഒരു ഭയപ്പാടുണ്ടായിരുന്നു, ഒരു ബഹുമാനം, ആദരവ്. അതൊന്ന് ഇല്ലാതാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് അവരുടെ മനസ്സിലുണ്ട്. ഒരു തരി പോലും നിങ്ങളോട് ഭയപ്പാടില്ലാത്ത ഒരവസ്ഥയിലേക്ക് ശത്രുക്കൾ എത്തിപ്പെടും. മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ വഹനിനെ അള്ളാഹു നിക്ഷേപിക്കും. സഹാബത്തിന് സംശയം, വമൽ വഹനു യാ റസൂലല്ലാഹ്, എന്താണ് വഹൻ എന്ന് പറഞ്ഞാൽ? മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ വഹനിനെ ഇട്ടു തരുമെന്ന് പറഞ്ഞു. എന്താണ് വഹൻ? അവസാന കാലഘട്ടത്തിലുള്ള വിശ്വാസികളുടെ ഹൃദയത്തിനകത്തളങ്ങളിൽ വഹനുണ്ടാകുമത്രേ. എന്താണ് വഹൻ? പഠിച്ചു വെക്കണം. ഈ രാത്രിയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു അധ്യാപനമാണ്.
നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹുബ്ബുദ് ദുനിയാ, ദുനിയാവിനോടുള്ള പ്രേമമാണ് ദുനിയാവിനോടുള്ള അടങ്ങാത്ത അധിനിവേശം മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുതരുമേ. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ ഭൗതിക ലോകത്തോടുള്ളതാകുന്ന താല്പര്യം കടന്നു വന്നാൽ, ഈ ദുനിയാവിനോടുള്ള അമിതമാകുന്ന ഭ്രമവും താല്പര്യവും കടന്നു വന്നാൽ, പഠിച്ചു വെക്കണേ, അന്ന് ശത്രുക്കൾ മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയുമേ. ശരിയല്ലേ സഹോദര, ശരിയല്ലേ സഹോദരി, ശരിയല്ലേ? ഇന്ന് നമ്മുടെ ജീവിത ചുറ്റുപാടിലേക്ക് ചേർത്ത് നോക്കുമ്പോ 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സൗബാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് ഇരിക്കുമ്പോൾ പറഞ്ഞതായ സംഭവം ഇന്ന് നമ്മൾ നേർക്ക് നേരെ പുലർന്നില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ശരിയല്ലയോ? ഇന്ന് ദുനിയാവിനോടുള്ള അമിതമാകുന്ന താല്പര്യമാണ്, ഇന്ന് ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യമാണ് ഇന്ന് സമൂഹത്തിൽ അടങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ദുനിയാവിനോടുള്ളതാകുന്ന അധിനിവേശമാണ്. സ്വന്തം സഹോദരങ്ങൾ അറിവുല നടത്താൻ തയ്യാറാവുകയാണ്. എന്തിന്റെ പേരിൽ? അവരുടെ സമ്പത്ത് കൈക്കൊള്ളാനും. സ്വന്തം മാതാപിതാക്കൾ വൃദ്ധസദനത്തിൽ തള്ളിയിടുകയാണ്. എന്തിന്റെ പേരിൽ? അവരുടെ സമ്പത്തൊന്ന് ഒരുമിച്ച് കൂട്ടാൻ. സ്വന്തം മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിലേക്ക് വലിച്ചെറിയുകയാണ്. എന്തിന്റെ പേരിൽ? മക്കളുടെ സമ്പത്തൊന്ന് ഒരുമിച്ച് കൂട്ടാൻ. സ്വന്തം സഹോദര സഹോദരിമാർക്ക് വിഷം കൊടുത്തുകൊണ്ട് കൊല്ലാൻ ആളുകൾ തയ്യാറാവുകയാണ്. എന്തിന്റെ പേരിൽ? അവരുടെ സമ്പാദ്യം കൂടി എനിക്ക് ഒരുമിച്ച് കൂട്ടണമെന്നുള്ള ചിന്തയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ, ഈ ദുനിയാവിനോടുള്ള പ്രേമമൊന്ന് കുറയ്ക്കണേ. ഹുബ്ബുദ് ദുനിയാ റഅ്സു കുല്ലി ഖതീഅ. ഈ ദുനിയാവിനോടുള്ള പ്രേമം എല്ലാ തെറ്റുകളുടെയും തലവനാണ്, എല്ലാ തെറ്റുകളുടെയും ഘട്ടമാണ്. ദുനിയാവിനോടുള്ള പ്രേമമാണ് നിന്റെ ജീവിതത്തിൽ കള്ളു കുടിക്കാനുള്ള കാരണം, നീ വ്യഭിചാരശാലകളിലേക്ക് പോകാനുള്ള കാരണം, നിന്റെ ജീവിതത്തിൽ പാവങ്ങളുടെ കണ്ണീരപ്പാതിരിക്കാനുള്ള കാരണം, നിന്റെ ജീവിതത്തിൽ മോശമായ രീതിയിൽ നിന്റെ കാതുകളെ കൊണ്ടുപോകാനുള്ള കാരണം, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോകാനുള്ള കാരണം, എല്ലാം ദുനിയാവിനോടുള്ള താല്പര്യമാണ്. പാവങ്ങളുടെ കണ്ണീരപ്പാ സദഖ കൊടുക്കാതെ, നിരാലംബര കബലമാകാൻ സദഖ കൊടുക്കാതെ, നിന്റെ സമ്പത്തിന്റെ സക്കാത്ത്, ശരീരത്തിന്റെ സക്കാത്ത്, കച്ചവടത്തിന്റെ സക്കാത്ത് പോലും കൊടുക്കാതെ നീ നിലകൊള്ളുന്നത് അല്ലാഹു എനിക്ക് നൽകിയ സമ്പാദ്യം കുറഞ്ഞു പോകുമോ എന്നുള്ള ചിന്തയാണ്. ദുനിയാവിനോടുള്ള താല്പര്യം മനുഷ്യന്റെ ഹൃദയത്തിൽ കടന്നു വരുമേ. വഹനെന്ന് പറഞ്ഞാൽ ഒന്നാമതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വിരക്തിയാണ്. മരിക്കാൻ സർവർക്കും വിഷമമാണ്. മരണത്തോടുള്ള വിരക്തി ഓരോ മനുഷ്യന്റെ ഹൃദയത്തിന് അമത്തലങ്ങളും തുടികൊള്ളുകയാണ്. ഏത് സഹോദരനാണ് മരിക്കാൻ താല്പര്യം? ഈ സദസ്സിലുള്ള ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി ചോദിക്കട്ടെ, ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തുമെന്ന് വ്യക്തമായ രീതിയിൽ അറിയിപ്പുണ്ടായാൽ നിങ്ങൾക്കതിന് സമ്മതമാണോ? ഒരു ഡോക്ടർ പറയുകയാണ്, ഇനിയതാ 2 ദിവസം നിങ്ങൾ തികയ്ക്കുകയില്ല, നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക, നിങ്ങളുടെ ആത്മീയമാകുന്ന ചര്യകൾ ചെയ്തു കൊള്ളുക. ഇദ്ദേഹം ഇതാ മരിക്കാൻ പോവുകയാണ്, ഈ ഉമ്മ ഇതാ വിട പറയാൻ പോവുകയാണ്. എത്ര ആളുകൾക്കാണ് മരണത്തോട് താല്പര്യം? എല്ലാവർക്കും ജീവിക്കണമെന്നാണ്, എല്ലാവർക്കും ഈ ലോകത്ത് എന്നും ശാശ്വതത്വം കിട്ടണമെന്നാണ്. മാരകമാകുന്ന ക്യാൻസർ പിടിപെട്ടുകൊണ്ട് രക്തക്കട്ട ഛർദിക്കുന്നതായ സഹോദരനാകട്ടെ, ഛർദിക്കുന്നതാകുന്ന സഹോദരിയാകട്ടെ, അവരുടെ അടുക്കലേക്ക് ഉസ്താദുമാര്, അവരുടെ അടുക്കലേക്ക് ഡോക്ടർമാർക്ക് നീങ്ങി നിൽക്കുമ്പോൾ പറയുന്നത്, എന്നെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ, എനിക്കും എന്റെ ഭൗതിക ലോകത്തൊന്ന് ജീവിക്കണം, എനിക്ക് സുന്ദരമാകുന്ന ജീവിതം സാധ്യമാകണം, ഒരു 10 കൊല്ലം കൂടി ജീവിക്കണം, ഒരു 20 കൊല്ലം കൂടി ജീവിക്കണം, അല്ല കാലാകാലം ഈ ദുനിയാവിൽ ജീവിക്കണം. മരിക്കാൻ ആർക്കും തന്നെ കൊതിയില്ല, മരിക്കാൻ ആർക്കും തന്നെ താല്പര്യമില്ല. എന്നാൽ ഈ ദേഹത്തെ നോക്കി മടുത്തതായ മക്കള് പറയുന്നത്, ഈ രക്തം ഛർദിക്കുന്ന ഉമ്മയെ എനിക്ക് വേണ്ട ഉസ്താദേ, ഒന്നും മന്ത്രിച്ചൂതനെ, ഇവരൊന്നും മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. പല സദസ്സിലല്ലേ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സദസ്സല്ലേ. എന്റെ വാപ്പ ഇതാ സുഖമില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി നോക്കി മടുത്തുപോയി ഉസ്താദേ, ഒന്ന് ദ്വായിരക്കണം അദ്ദേഹം ഒന്ന് മരിച്ചു കിട്ടാൻ. മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, സ്നേഹ കൂടുതൽ കൊണ്ടാണ്. അദ്ദേഹം രക്തം ഛർദിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. കണ്ടു നിൽക്കാൻ താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്,
എത്രയോ സഹോദരിമാരുണ്ട്. എന്നാൽ ചാവക്കാട് അകലാട് ദേശത്തുള്ള സഹോദരി പഠിച്ചു വെക്കണേ, ആ മരിക്കാൻ കടക്കുന്ന സഹോദരൻ പറയുന്നത് ഉസ്താദേ എനിക്ക് എന്റെ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു വരണം. മകനോ മകളോ പറയുന്നത് ഇല്ല, ഒന്ന് മരിപ്പിച്ചു കിട്ടണം. ദുനിയാവ് അങ്ങനെയാണ്. ഭൗതിക ലോകത്തോടുള്ള താല്പര്യം മനുഷ്യന്റെ ഹൃദയത്തിൽ വല്ലാതെ കടന്നുകൂടിയിരിക്കുന്ന ലോകമാണ്. എനിക്ക് മരിക്കണ്ട എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന സമൂഹമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവസാന കാലഘട്ടം ഈ ലോകത്തെ ഇങ്ങനെ ഒരു സംജാതമായാൽ അന്ന് പഠിച്ചു വെക്കണേ, ശത്രുക്കളുടെ ഹൃദയത്തിന്റെ കത്തലങ്ങളിൽ നിങ്ങളോടുള്ള ശത്രുത കൂടുകയുള്ളൂ, നിങ്ങളോടുള്ള ഭയപ്പാട് അല്ലാഹു എടുത്തു കളയുമേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇന്ന് പുലർന്നിട്ടില്ലയോ സഹോദരാ, നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. നാളെ ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കൽ അനിവാര്യമാണ്. ഈ രാവിലെ ദൃഢപ്രതിജ്ഞ എടുക്കണേ. ഒരു പുതിയ രാവ് നമ്മളിലേക്ക് വരുകയാണ്. 2020 ജനുവരി 1 തുടക്കം കുറിക്കാൻ പോവുകയാണ്. എനിക്കൊരു പുതിയ മനുഷ്യനായി നിലകൊള്ളണം. എന്റെ ജീവിതത്തിൽ മോശമായ രീതി കടന്നു വന്നിട്ടുണ്ട്. ലഹരികൾ നുണഞ്ഞു പോയിട്ടുണ്ട്, വിചരിച്ചു പോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു സ്ത്രീയുമായി പരസ്ത്രീയുമായി അവിഹിത ബന്ധത്തിൽ ഞാൻ ഏർപ്പെട്ടു പോയിട്ടുണ്ട്. എന്റെ ഭർത്താവ് അറിയാതെ മറ്റുള്ളതാകുന്ന സഹോദരങ്ങളുമായി ചാറ്റിംഗ് നടത്തിയതായ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. അല്ലാ നീ പൊറുക്കണേ അല്ലാ എന്ന് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്ത് തീരണ്ട രാവാണ്. എന്റെ കണ്ണുകൾ കൊണ്ട് മോശമായ രീതിയിൽ മോശമായ തലത്തിലേക്കൊക്കെ നോക്കിപ്പോയിട്ടുണ്ട്. അല്ലാ ഒരുപാട് ചെറുപ്പക്കാരുമായി രഹസ്യമായി ബന്ധം വെച്ച് പുലർത്തിയിട്ട് എന്റെ പാവപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചവളാണ് അല്ലാ, എന്റെ ഭാര്യയെ വഞ്ചിച്ചവളാണ് അല്ലാ. നീ പുറത്തു തരണേ നാഥാ, നീ പുറത്തു തരണേ അല്ലാ. ഞാൻ എന്റെ നാവിലൂടെ ഒരുപാട് കള്ളു കുടിച്ചു പോയിട്ടുണ്ട് അല്ലാ. ഖുർആനോദന്റെ നാവാണ്, ദിക്റ് ചൊല്ലേണ്ട നാവാണ്, ഇബാദത്ത് എടുക്കേണ്ട നാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാവിന്റെ അനുഗ്രഹത്തെ പറ്റി പല പ്രാവശ്യം ഖുർആനിലൂടെ ചോദിക്കുകയാണ്. അലം നജഅൽ ലഹു ഐനൈൻ, അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു അന്നജദൈൻ വഹദൈനാഹു അന്നജദൈൻ. മനുഷ്യ മാനവാ, നിനക്ക് നാം മനോഹരമായ നയനങ്ങളെ നൽകിയില്ലയോ? അലം നജഅൽ ലഹു ഐനൈൻ, മനോഹരമായ നയനങ്ങളെ നിനക്ക് നാം നൽകിയില്ലയോ? അല്ലാഹുവിനെ കാണാനുള്ള കണ്ണാണിത്. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിനെ ദർശിക്കാനുള്ള കണ്ണാണ്. ഈ ദുനിയാവിലെ സിനിമ കണ്ടുകൊണ്ട് കണ്ണുകളെ മലിനപ്പെടുത്തരുതേ. ഈ ദുനിയാവിലെ സീരിയല് കണ്ടുകൊണ്ട് കണ്ണുകളെ മോശമാക്കരുതേ. ഈ ദുനിയാവിൽ അന്യ സ്ത്രീകളെ കണ്ടുകൊണ്ട് കണ്ണുകളെ മോശമാക്കരുതേ. ഈ ദുനിയാവിൽ പുരുഷന്മാരെ കണ്ടുകൊണ്ട് കണ്ണുകളെ മോശമാക്കരുതേ. ഈ ദുനിയാവിൽ ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ ഏമങ്ങളിൽ കണ്ണുകളെ മലിനപ്പെടുത്തരുതേ. വാട്സാപ്പിലൂടെ ചാറ്റിംഗ് നടത്തിക്കൊണ്ട് മോശമായ രീതിയിൽ നിന്റെ കൈകളെ കൊണ്ടുപോകരുതേ. എല്ലാം നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മേൽ നിർത്തി കത്തിയാള് നരകത്തെ മുന്നിൽ നിർത്തി അല്ലാഹുവിന്റെ മുന്നിൽ വിചാരണ നടത്തപ്പെടുന്നതാണ്. ഫൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ കൈകെട്ടി നിൽക്കേണ്ടവരാണ്. നമ്മുടെ കൈകൾ അല്ലാഹുവിന്റെ മുന്നിൽ സാക്ഷ്യം പറയുന്നതാണ്. ഈ ദുനിയാവിൽ നിനക്കെതിരെ മോശമായ രീതിയിൽ നീങ്ങിയതായ നിന്റെ കൈകൾ, മോശമായ തലത്തിലേക്ക് നീ കൊണ്ടുപോയ നിന്റെ കാലുകൾ, മോശമായ തലത്തിലേക്ക് പിടിച്ചതായ നിന്റെ കൈകൾ എല്ലാം അല്ലാഹുവിന്റെ ദർബാറിൽ നിനക്കെതിരെ സാക്ഷി പറയുമത്രേ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. മനുഷ്യ മാനവാ, നിന്റെ വായകളെ അല്ലാഹു സീൽ വെക്കുകയാണ്. ഈ ദുനിയാവിൽ ഫനായും ഫസാദും പറന്നുകൊണ്ട് നടന്നതായ നിന്റെ നാവുകളാണ്. ഈ നാവുകളെ അല്ലാഹു സീൽ വെക്കുകയാണ്. വതുകല്ലിമുനാ
അയ്ദീഹിം, നിന്റെ കൈകളിലാ അല്ലാഹുവിനോട് സംസാരിക്കുകയാണ്. നീ കള്ളിന്റെ കുപ്പി പിടിച്ചത്, അതിന്റെ വായിലേക്ക് ചൊരിച്ചത് എല്ലാം നിന്റെ കൈ അല്ലാഹുവിനോട് പറയുകയാണ്. ന്യൂ ഇയറിന്റെ രാവിലെ നീ സിഗരറ്റ് പിടിച്ചത്, അത് വലിക്കാൻ വേണ്ടി കൂട്ടുകാരുമായി കടകമ്പോളങ്ങളിലേക്ക് നീങ്ങിയത്, അതുമായിട്ട് നീ ബീച്ച് റോഡുകളിലേക്ക് പോയത്, അന്യ പെണ്ണിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കണ്ടുകൊണ്ട്, അംഗലാവണ്യങ്ങൾ കണ്ടുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് നിന്റെ വലത് കൈകൊണ്ടോ ഇടത് കൈകൊണ്ടോ നീ സ്പർശിച്ചത്, അവളെ തലോടിയത്, അവളുടെ മുടിയിഴകൾ നീ സ്പർശിച്ചത്, എല്ലാം നിന്റെ കൈകൾ അല്ലാഹുവിന്റെ ദർബാറിൽ നിനക്കെതിരായി സാക്ഷി നിൽക്കുകയാണ്. വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, നിന്റെ കാലുകൾ അല്ലാഹുവിന്റെ ദർബാറിൽ നിനക്കെതിരായി സാക്ഷി നിൽക്കുമത്രേ. ഏത് കാലാണ്? ദുനിയാവിൽ നീ കൊണ്ടു നടന്ന സിനിമാ ടാക്കീസിലേക്ക് നീ കൊണ്ടു നടന്ന നിന്റെ കാലുകളില്ലയോ? ബാംഗ്ലൂരിലേക്കും മംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും ഒക്കെ വിചരിക്കാൻ നിന്നോടൊപ്പം മുഖ്യമായി നിലകൊണ്ടതായ നിന്റെ കാലുകളില്ലയോ? ഈ കാലുകൾ അല്ലാഹുവിന്റെ ദർബാറിൽ നിനക്കെതിരായി സാക്ഷി നിൽക്കുകയാണ്. അപ്പോൾ നീ തന്നെ ചോദിക്കുകയാണ്, ഖുർആൻ പറയുകയാണ്, മനുഷ്യനവന്റെ ശരീരത്തോട് തന്നെ ചോദിക്കുമത്രേ, ലിമ ശഹിദ്തും അലൈനാ, ലിമ ശഹിദ്തും അലൈനാ, എന്തിനാണ് ശരീരമേ നീ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത്? നീ എന്നിൽ പെട്ടവനല്ലയോ? മറ്റൊരാളുടെ കൈയാണ് സാക്ഷി പറയുന്നതെങ്കിൽ പ്രശ്നമല്ല. ഓരോരുത്തർക്കും അവരവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ സാക്ഷി പറയുകയാണ്. അന്യ പെണ്ണുമായി നിന്റെ വിരലുകളെ ചാറ്റിങ് നടത്തിയില്ലയോ? അവൾ നിന്നിലേക്ക് ചാറ്റിങ് നടത്തിയില്ലയോ? നിന്റെ വിരലുകൾ അല്ലാഹുവിന്റെ ദർബാറിൽ വെച്ച് നിനക്കെതിരായി സാക്ഷി പറയുകയാണ്. നിന്റെ കാലുകളെ സാക്ഷി പറയുകയാണ്. നിന്റെ തലകൾ റബ്ബിനോട് സാക്ഷി പറയുകയാണ്. നിന്റെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും അല്ലാഹുവിന് മുന്നിൽ സംസാരിക്കുകയാണ്. അപ്പോൾ നീ തന്നെ നിന്റെ അവയവങ്ങളോട് മഹ്ശറിൽ വെച്ചുകൊണ്ട് നിനക്കെതിരായി സാക്ഷി പറയുന്ന അവയവങ്ങളെ കണ്ടുകൊണ്ട് അവയവങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, ലിമ ശഹിദ്തും അലൈനാ, എന്തിനാണ് നമുക്കെതിരെ നീ സാക്ഷി പറയുന്നത്? എന്തിനാണ് വിരലുകളെ എനിക്കെതിരെ നീ സാക്ഷി പറയുന്നത്? പാതിരാത്രി സമയത്ത് WWE അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് പോയതായ സമൂഹമല്ലയോ? കൈവരകളെ നോക്കിക്കൊണ്ട് മനുഷ്യൻ ചോദിക്കുകയാണ്, ലിമ ശഹിദ്തും അലൈനാ, ലിമ ശഹിദ്തും അലൈനാ. റിലീസിന്റെ പടങ്ങൾ തേടിക്കൊണ്ട് നിന്നോടൊപ്പം സഞ്ചരിച്ച നിന്റെ കാലുകൾ, ആ കാലുകളെ നോക്കിക്കൊണ്ട് മനുഷ്യ നീ ചോദിക്കുമത്രേ, ലിമ ശഹിദ്തും അലൈനാ, ഞങ്ങൾക്കെതിരെ നീ എന്തിനാണ് സാക്ഷി പറയുന്നത്? സ്വന്തം മക്കളെ കള്ളുകുടിച്ചുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ ഉപദ്രവിച്ചതായ സഹോദരങ്ങളില്ലയോ? മാതാപിതാക്കൾ അടിക്കരുത് എന്ന് പറഞ്ഞപ്പോ ആ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടതായ മക്കളില്ലയോ? ലഹരി നുണഞ്ഞുകൊണ്ട് നടന്ന സമൂഹമില്ലയോ? കുടുംബാദികളെ ആക്രമിച്ച സമൂഹമില്ലയോ? സ്വന്തം ഭാര്യയെ അടിക്കുകയും തൊഴിക്കുകയും ശകാരിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തതായ, കള്ളുകുടിച്ചുകൊണ്ട് വീണ്ടിൽ വന്നുകൊണ്ട് മക്കളെ ഉപദ്രവിക്കുക ചെയ്തതായ മക്കളില്ലയോ? ഭർത്താക്കന്മാരില്ലയോ? എല്ലാവരും നാളെ അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വന്തം അവയവങ്ങളോട് ചോദിക്കുകയാണ്, ലിമ ശഹിദ്തും അലൈനാ, എന്തിനാണ് ഞങ്ങൾക്കെതിരെ നിങ്ങൾ സാക്ഷി പറയുന്നത്? ഫഖാലൂ, ഉടനെ അവയവങ്ങൾ അവരോട് പറയുമത്രേ, ഖുർആനാണ് പഠിക്കണേ. ഖുർആൻ വീടിന്റെ അകത്തളങ്ങളിൽ മനോഹരമായ ഷെൽഫിൽ ബൈൻഡിട്ട് വെച്ചാൽ പോരാ, ആ ഖുർആൻ എടുത്തുന്നോദണേ. ഖുർആൻ പറയുകയാണ്, അവയവങ്ങൾ തിരിച്ചു പറയുമത്രേ, അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈ, അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈ. അവയവങ്ങൾ വിളിച്ചു പറയുകയാണ്, അല്ലാഹു ഞങ്ങൾക്ക് സംസാര വിഭവം നൽകി, പറയാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, പറയാതിരിക്കാൻ കഴിയില്ല. അല്ലാഹു സംസാരിക്കാൻ പറഞ്ഞുപോയി, ഞങ്ങൾ സംസാരിച്ചു പോയതാണ് എന്ന് അവയവങ്ങൾ എന്നവനോട് പറയുമത്രേ. എന്റെ മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് സഹോദര സഹോദരിമാര് പഠിച്ചു വെക്കേണ്ടതാകുന്ന പാഠമാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ പടച്ചറബിന്റെ ദർബാറിൽ
നിർത്തുമ്പോ കത്തിച്ചരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാള് നരകത്തെ മുന്നിൽ നിർത്തിയിട്ട് അള്ളാഹുവിന്റെ ദർബാറിൽ വിചാരണ ചെയ്യുന്ന സമയത്ത് പടച്ചറപ്പിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നടക്കുന്ന രംഗങ്ങളാണ് ഇത്. കേവലം നാടകീയ രംഗങ്ങളല്ല, ഇത് യാഥാർത്ഥ്യത്തിൻ്റെതാകുന്ന ഭാഗങ്ങളാണ്, ഖുർആൻ വിവരിച്ചതാകുന്ന തലങ്ങളാണ്. അതുകൊണ്ട് അവിടെ വിഷമിക്കാതെ നിലകൊള്ളണോ. ഈ ദുനിയാവിനോടുള്ള ഭ്രമത്ത് കുറയ്ക്കണേ, ഈ ദുനിയാവിനോടുള്ള താല്പര്യം നമ്മളൊന്ന് കുറച്ചുകൊണ്ടുവരണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനുഷ്യൻ ദുനിയാവിനോടുള്ള താല്പര്യം കുറയ്ക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. മുൻകഴിഞ്ഞു പോയ ആളുകളിലേക്ക് ചേർത്ത് നോക്ക്. എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? ഈ ലോകത്തേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വന്നിട്ടുള്ളതാകുന്ന എല്ലാ പ്രവാചകന്മാരോടും ആ കാലഘട്ടത്തിലുള്ളതാകുന്ന തമ്പുരാക്കന്മാർ, രാജാക്കന്മാർ, അവിശ്വാസികൾ പറഞ്ഞത് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പൊയ്ക്കോണമെന്നാണ് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. എല്ലാവരോടും അത് തന്നെയാ പറഞ്ഞിട്ടുള്ളത്. ദീനി പ്രബോധനവുമായി കടന്നു വന്നിട്ടുള്ളതാകുന്ന മുഴുവൻ ആളുകളെയും, എല്ലാ വിഭാഗത്തോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. അവരോടെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് പൊയ്ക്കോ എന്നാണ്. അവരുണ്ട് തന്നെ. അവരൊക്കെ ഈ ദുനിയാവിനെ അവരെല്ലാ താല്പര്യം വെച്ചിട്ടില്ല, അവർ ആഖിറ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. നമ്മൾ ദുനിയാവിനും എല്ലാ താല്പര്യം വെച്ചതുകൊണ്ടാണ് നമുക്ക് ഈ സങ്കീർണമായ വിഷമവും ദുഃഖവും ഒക്കെ വരുന്നത്.